അതിനു മുമ്പ് പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോകുന്നു. അൻവർ പോരാട്ടം അവസാനിപ്പിച്ചിട്ടില്ല. റിപ്പോർട്ട് എക്സ്ക്ലൂസീവ് വാർത്തയാണ്. പി.വി. അൻവർ വീണ്ടും അന്വേഷണ സംഘത്തിന് മുൻപിൽ എത്തിയിരിക്കുന്നു. ADGPക്കെതിരായ പരാതിയിൽ പി.വി. അൻവർ MLA വീണ്ടും മൊഴി നൽകുകയാണിപ്പോൾ. പാലക്കാട് ഷൊർണൂർ PW റെസ്റ്റ് ഹൌസിൽ വെച്ചാണ് മൊഴിയെടുക്കൽ. ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണാം. തൃശൂർ DIG തോംസൺ ജോസിന്റെ നേതൃത്വത്തിൽ മൊഴിയെടുക്കുന്നു അൻവറിന്റെ. ഇക്ബാൽ അറയ്ക്കൽ ഈ വാർത്തയുടെ വിവരങ്ങളുമായി. ഇക്ബാൽ, ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പി.വി. അൻവർ നടത്തിയ ആരോപണങ്ങളെ, പരസ്യമായി നടത്തിയ പ്രതികരണങ്ങളെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് വാർത്താ സമ്മേളനം നടത്തുമ്പോൾ ഇവിടെ അൻവർ വീണ്ടും ADGPക്കെതിരെ മൊഴി നൽകാൻ അന്വേഷണ സംഘം മുൻപാകെ എത്തിയിരിക്കുന്നു. മുഖ്യമന്ത്രിയിൽ പൂർണ്ണ വിശ്വാസം എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയ പരസ്യ പ്രതികരണങ്ങൾ മുഖ്യമന്ത്രിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അന്വേഷണ സംഘം മുൻപാകെ ADGPക്കെതിരായ മൊഴി നൽകുകയാണ് അല്ലേ? എപ്പോഴാണ് അൻവർ എത്തിയത്? അന്വേഷണ സംഘത്തിൽ ആരൊക്കെ? മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് പി.വി. അൻവർ MLA പാലക്കാട് ഷൊർണൂരുള്ള PWD റെസ്റ്റ് ഹൗസിലേക്ക് എത്തിയത്. ഇവിടെ നേരത്തെ ADGPക്കെതിരെ അൻവർ നൽകിയ പരാതി അന്വേഷിക്കുന്ന അന്വേഷണ സംഘം ഇവിടേക്ക് എത്തിയിരുന്നു. അവർക്ക് മുമ്പിൽ മൊഴി നൽകാൻ വേണ്ടിയാണ് പി.വി. അൻവർ MLA അല്പസമയം മുമ്പ് ഇവിടേക്ക് എത്തിയത്. ഇവിടെ എത്തിയ സമയത്ത് തന്നെ നമ്മൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം തേടിയിരുന്നു. പക്ഷേ കൃത്യമായി ഒരു പ്രതികരണം നൽകാതെ നിങ്ങൾ എങ്ങനെയാണ് ഇവിടേക്ക് എത്തിയെന്ന രീതിയിലൊരു ചോദ്യം ഉയർത്തിക്കൊണ്ട് അദ്ദേഹം അകത്തേക്ക് കയറി പോവുകയായിരുന്നു. നിലവിൽ ഈ ADGPക്കെതിരെ പി.വി. അൻവർ MLA മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിൽപ്പെടുന്ന തൃശൂർ DIG തോംസൺ ജോസ് IPSന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പി.വി. അൻവർ MLAയുടെ മൊഴി രേഖപ്പെടുത്തുന്നത്. ഷൊർണൂർ PWD റെസ്റ്റ് ഹൗസിൽ വെച്ചാണ് ഈ മൊഴി രേഖപ്പെടുത്തുന്നത്. നേരത്തെ 11 മണിയോടുകൂടി അദ്ദേഹം ഇവിടേക്ക് എത്തും എന്നാണ് അറിഞ്ഞിരുന്നത്. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഈ വാർത്താ സമ്മേളനത്തിന് തൊട്ട് പിന്നാലെയാണ്, വാർത്താ സമ്മേളനം പൂർത്തിയായതിന് തൊട്ട് പിന്നാലെയാണ് അദ്ദേഹം ഇവിടേക്ക് എത്തിയത്. ഏതായാലും അദ്ദേഹം ഇപ്പോൾ PWD റെസ്റ്റ് ഹൗസിന് മുകളിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ മൊഴി നൽകുകയാണ്. ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പി.വി. അൻവർ MLAയെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് നടത്തുന്ന ഒരു പ്രതികരണമായിരുന്നു മുഖ്യമന്ത്രിയിൽ നിന്ന് നമ്മൾ കണ്ടത്. പി.വി. അൻവർ MLA പ്രധാനമായും പരാതി നൽകിയിരുന്നത് ADGPക്കെതിരെ, ADGP MR അജിത് കുമാറിനെതിരെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P ശശിക്കെതിരെയുമായിരുന്നു. ഇക്ബാൽ, ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയ ശേഷം അൻവറിന്റെ പ്രതികരണം പ്രധാനമാണ്. പി.വി. അൻവറുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്ന പ്രതികരണം, അതിനോട് അൻവറിന് എന്താണ് പറയാനുള്ളത്? അൻവറിന്റെ മുന്നിൽ ഇനി എന്താണ് വഴി? മുഖ്യമന്ത്രി തന്നെ തള്ളിയ സാഹചര്യത്തിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. P ശശിക്കെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഒരു വശത്ത് പി.വി. അൻവർ പരസ്യമായി ഉന്നയിച്ചപ്പോൾ പുറത്തു പറയും മുമ്പ് എന്നോട് പറയാമായിരുന്നില്ലേ, പാർട്ടിയിൽ പറയാമായിരുന്നില്ലേ എന്ന് മുഖ്യമന്ത്രി ചോദിക്കുകയാണ്. അത് രണ്ടും അൻവർ ചെയ്തില്ല. നേരെ വാർത്താ സമ്മേളനം വിളിച്ച് ജനങ്ങളോട് വിളിച്ചു പറയുകയായിരുന്നു എന്നുള്ളതിൽ നീരസം കൃത്യമായി മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ അൻവറിന് മുഖ്യമന്ത്രിയുടെ തണലില്ല എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. അന്വേഷണം ഒരു വഴിക്ക് പറഞ്ഞ കാര്യങ്ങൾ നടക്കും, അതല്ലാതെ നിയമപ്രകാരമല്ലാത്ത കാര്യങ്ങൾ ചെയ്തു കൊടുക്കില്ല പൊളിറ്റിക്കൽ സെക്രട്ടറി എന്നുകൂടി P ശശിക്ക് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകളാണ്. ഇതിനോടൊക്കെയുള്ള അൻവറിന്റെ പ്രതികരണം, നിലപാടറിയേണ്ടതുണ്ട്.